ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി യിരെമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നു. യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു, ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തനും അവനവന്റെ വഴികൾക്കും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യ ശരീരത്തിന്റെ അനുനിമിഷമുള്ള പ്രവർത്തനങ്ങളിൽ ഹൃദയം പ്രമുഖ സ്ഥാനം വഹിക്കുന്നു. അശുദ്ധമായ രക്തത്തെ സ്വീകരിച്ച് ശുദ്ധീകരിച്ച് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും എത്തിച്ച് അവയെ സദാ പ്രവർത്തന നിരതമാക്കുന്ന അവയവമാണ് ഹൃദയം. മനുഷ്യന്റെ ആത്മീക ജീവിതത്തിലും ഹൃദയത്തിന് മർമ്മപ്രധാനമായ സ്ഥാനമാണുള്ളതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മനുഷ്യ ഹൃദയത്തിന്റെ വിചാരവികാരങ്ങൾ മനസ്സിലാക്കുവാൻ തനിക്കല്ലാതെ ഭൂമിയിലെ ആധുനിക സാങ്കേതിക വിദ്യകൾക്കോ നൂതന വൈദ്യശാസ്ത്രത്തിനോ സാധ്യമല്ലെന്ന് ഏതാണ്ട് 3000 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്റെ പ്രവാചകനിലൂടെ യഹോവയാം ദൈവം അരുളിച്ചെയ്യുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യവും ദുഷ്ടതയും ഉള്ളതാകുന്നു, അത് ആരാഞ്ഞറിയുന്നവൻ ആര് എന്ന് യഹോവ ചോദിക്കുന്നു. യിരെമ്യാവ് 17:9. താൻ ഹൃദയത്തെ ശോധന ചെയ്ത് ബാഹ്യമായ ഭക്തിയുടെ പരമാർത്ഥതയും വിശ്വസ്തതയും അന്തരംഗങ്ങളിലെ നിരൂപണങ്ങളും പരീക്ഷിച്ച് ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് നാം ചിന്തിക്കാറില്ല. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ എല്ലാ ഹൃദയവിചാരങ്ങളും എല്ലായ്പ്പോഴും ദോഷത്തിലേക്കാകുന്നു എന്നും കണ്ട യഹോവ നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നുവെന്ന സങ്കീർത്തനക്കാരന്റെ സാക്ഷ്യം നാം ഓർക്കാറില്ല. ഉൽപ്പത്തി 6:5. സഹോദരാ സഹോദരി, ദൈവാലയങ്ങളിലും ദൈവീക ശുശ്രൂഷകളിലുമെല്ലാം നീ ഭക്തിയുടെ മുഖം മൂടിയും അണിഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ ഹൃദയങ്ങളെയും ഹൃദയേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നീ ഓർക്കുമോ? നിന്റെ മധുരമായ പെരുമാറ്റം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നിനക്ക് മനുഷ്യരെ കബളിപ്പിക്കുവാൻ കഴിയുമെങ്കിലും ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് നീ മനസ്സിലാക്കുമോ? Super